സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. കർത്താവായ യേശു വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തല പ്രവൃത്തി 16-31 വാക്യം. യേശുവിൻ്റെ സ്നേഹം ഒരു കാരാഗ്രഹ പ്രമാണിയുടെ മുഴുവൻ കുടുംബത്തെയും രൂപാന്തരപ്പെടുത്തി. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ജയിലിൽ കുടുങ്ങി. കാരാഗ്രഹത്തിന് വാലൊക്കെയും തുറന്നുപോയി. പൗലോസും ശീലാസും ഓടിപ്പോകാതെ തടവറയിൽ തന്നെ കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 16-26-28. ഇവർ ഓടിപ്പോകാതിരിക്കുന്നതിൽ നന്ദി പറഞ്ഞ ഹൃദയത്തോടെ കാരാഗ്രഹ പ്രമാണി അവരെ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി. എന്നിട്ട് ജീവിതത്തെ മാറ്റിമറിച്ച ആ ചോദ്യം ചോദിച്ചു, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവർ ഉത്തരം പറഞ്ഞു. വ്യക്തികളിൽ മാത്രമല്ല, മുഴുവൻ കുടുംബത്തിന്മേലും കൃപ ചൊരിയാനുള്ള ദൈവത്തിന് താല്പര്യമാണ് ഈ മറുപടിയിൽ കാണുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ഇടപെടലിൽ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം മുഴുവൻ ദൈവത്തിൽ വിശ്വസിച്ചു. നമുക്ക് പ്രിയപ്പെട്ടവരെ രക്ഷയ്ക്കായി നാം ആകാംക്ഷയുള്ളവരായിരിക്കുമ്പോൾ അതിനേക്കാൾ അധികമായി ദൈവം അവരെ സ്നേഹിക്കുന്നു എന്നതിൽ നമുക്ക് ഉറപ്പിച്ചിരിക്കാം. അവൻ നമ്മെയും നമ്മുടെ മുഴുവൻ കുടുംബത്തെയും രൂപാന്തരപ്പെടുത്താൻ താല്പര്യപ്പെടുന്നു. ദൈവം നമ്മുടെ മുഴുവൻ കുടുംബത്തെയും സ്നേഹത്തോടെ ഇടപെടുന്നു എന്ന ചിന്ത എന്ത് വ്യത്യാസമാണ് ഉണ്ടാക്കുന്നത്? എൻ്റെ കുടുംബത്തോടുള്ള ദൈവകരുണയിൽ എനിക്ക് ആശ്രയിപ്പാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ കുടുംബത്തോടുള്ള അവിടുത്തെ സ്നേഹം എനിക്കുള്ളതിനാൽ അധികം ശക്തമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വെളിപ്പെടുത്താൻ തരണമേ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളാ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.